സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ MK ഹരിദാസ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഹരിദാസ്, ഈ നിർമ്മാണ കമ്പനിക്ക് അവരുടെ ജോലി പൂർത്തിയാക്കണം, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതിനപ്പുറത്ത് അവിടെ എന്ത് സംഭവിച്ചാലും അത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല എന്നതാണോ ഇന്ന് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഒരാളെ വെച്ച് നിയന്ത്രിക്കാവുന്ന, അല്ലെങ്കിൽ ആളുകളെ നിർത്തി നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ അതുവഴി ആളുകൾ കടന്നു പോകുന്നത്, വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതില്ലായിരുന്നു എന്നത് മാത്രമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം. അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് പിന്നത്തെ കാര്യമാണല്ലോ. നോക്കൂ, നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് തന്നെ മറുപടി പറഞ്ഞാലേ ഇത് കൃത്യമാവുകയുള്ളൂ. എന്തൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഒരു നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ചെയ്യണമോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർക്ക് കൃത്യമായ വലിയ തുക കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വഴി മനുഷ്യജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധം ഇത്തരം ഹൈവേ അതോറിറ്റിക്കോ സംസ്ഥാന സർക്കാരിനോ ഇല്ലാതെ പോയതാണ് ഇത്തരം ദുരന്തങ്ങൾ. ഈ സംസ്ഥാനത്തെ ഈ ആറുവരിപ്പാത നിർമ്മാണത്തിൽ 42 ജീവനുകൾ പൊലിയാനുള്ള പ്രധാന കാരണം വലിയൊരു കൈക്കൂലി ഈ നിർമ്മാണത്തിന്റെ പേരിൽ പലർക്കും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കെ തന്നെ ആരാണോ ഇതിന്റെയൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ നിർമ്മാണം നടത്തുന്നത് എന്ന് പരിശോധിക്കേണ്ടത്, അവർ അത് പരിശോധിക്കാതിരിക്കുകയാണ്. ഓരോ നിർമ്മാണ ടെൻഡറിലും നിർമ്മാണ തുകയ്ക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്ന തുകയുടെ 10% സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ട സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക, അവിടെ കൃത്യമായിട്ട് ആളുകളെ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട സ്ഥലത്ത് ഗാർഡുകളെ നിർത്തിക്കൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക, അത് ലൈറ്റ് സ്ഥാപിക്കേണ്ടിടത്ത് ലൈറ്റ് സ്ഥാപിക്കുക, ഡൈവർഷൻ ബോർഡുകൾ വെക്കുക. ഇതൊന്നും പാലിക്കാതെയാണ് ഈ ആറുവരിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത്. നോക്കൂ, ഇന്നിപ്പോ ഒരു സെക്കൻഡുകൾക്ക് മുമ്പിൽ കടന്നുപോയ ആ KSRTC ബസ്സിന് മുകളിലാണ് ഈ ഗാർഡറുകൾ വീണത് എങ്കിൽ ഉണ്ടായേക്കാവുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി എന്തായിരിക്കും? ഈ സമയം മാറിയിട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന 6 മണിക്കും 8 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ ദുരന്തം ഉണ്ടായതെങ്കിൽ നമ്മൾ ഇന്ന് തോരാത്ത കണ്ണീരോടുകൂടി ഇത്തരത്തിലുള്ള ഒരു TV പരിപാടി നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തുമായിരുന്നില്ലേ? പാവപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു കുടുംബം അനാഥമാക്കത്തക്ക തോതിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാൻ വേണ്ടി അവിടെ കാരണക്കാരായവരെ ശിക്ഷിക്കുമെന്നുള്ള നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടേതായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായാലും വാചകമടി കേവലം അടുത്ത അപകടത്തെ പറ്റി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ മാത്രം നിലനിൽക്കുന്ന ഒരു വാചക കസർത്ത് മാത്രമാണ്. 42 ജീവനുകൾ പൊലിയാനുള്ള കാരണത്തിന്റെ പേരിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ എന്ത് നടപടിയാണ് ഈ സംസ്ഥാന സർക്കാർ? ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ കഴിഞ്ഞത്. ഈയിടെ ഒരു ഫുഡ് ഡെലിവറിയുടെ ഒരു പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ കൃത്യമായ ഒരു ഡൈവർഷൻ ബോർഡ് വെക്കാത്തതിന്റെ പേരിൽ ഒരു കുഴിയിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ചാനൽ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി ആ സ്ത്രീ ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് നാളിതുവരെ ഒരു നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ പോലും ഈ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തിട്ടില്ലെന്നാണ്. അപ്പൊ സംസ്ഥാന സർക്കാർ നിർമ്മാണം നടക്കുന്നത് ആസ് പെർ ടെൻഡർ പ്രകാരമുള്ള ക്രമീകരണങ്ങൾ പാലിച്ചിട്ടാണോ, ആസ് പെർ ടെൻഡർ പ്രകാരമുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടാണോ, ആസ് പെർ ടെൻഡർ പ്രകാരമുള്ള എഞ്ചിനീയറിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. നാഥനില്ല കളരി പോലെ ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തുമ്പോൾ സംസ്ഥാനത്തെ 42 50 ജീവനുകൾ പൊലിയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ തന്നെ മറുപടി പറയണം. അത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയായി തന്നെ കാരണം. ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചിട്ടല്ല ഈ പണി നടക്കുന്നത്. ഈ റോഡിലൂടെയൊക്കെ കൃത്യമായിട്ട് ഈ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന എന്നെ പോലുള്ളവർ ആദ്യം ശ്രദ്ധിക്കുക അതാണ് ഒന്നും പാലിച്ചിട്ടില്ല. ഡൈവർഷൻ ബോർഡുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഏത് സമയത്തും ആരും ഏത് കുഴിയിലും പോയി ചാടാവുന്ന അവസ്ഥയാണുള്ളത്. സുരക്ഷാ പാളിച്ച, അവിടെ പണിയെടുക്കുന്നവർക്ക് പോലും കൃത്യമായി ഹെൽമറ്റ് ഉണ്ടോ, അവർ ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻ ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ ഈ സബ് കോൺട്രാക്ട് സിസ്റ്റത്തിന്റെ പാളിച്ചയാണ്. ഇന്നിപ്പോ ഈ ഗാർഡറുകൾ സ്ഥാപിക്കുന്നിടത്ത് ഇതിന്റെ കോൺട്രാക്ട്, ആ ഭാഗത്തെ കൃത്യമായിട്ടുള്ള ആ സ്ഥലത്തിന്റെ കോൺട്രാക്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ള ആരും ഉണ്ടാകില്ല, ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകില്ല. സബ് കോൺട്രാക്ട് 4 5 കൈകൾ മറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജോലികൾ, നിർമ്മാണ ജോലികൾ കേരളത്തിലെ സർക്കാർ ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുടെ പ്രഥമ ഉദാഹരണമാണ്. ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സബ് കോൺട്രാക്ടർമാർ പാലിക്കുന്നുണ്ടോ നോക്കാനുള്ള സംവിധാനം പോലും നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ആശുപത്രിയിൽ പോയാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ഒന്ന് റോഡിലേക്ക് നടക്കാനിറങ്ങിയാൽ പേപ്പട്ടിയുടെയോ അല്ലെങ്കിൽ തെരുവ് പട്ടിയുടെയോ കടി കൊള്ളുന്ന അവസ്ഥ.
റോട്ടിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന 40 അടി ഉയരത്തിൽ നിന്നും ഏകദേശം 25 ടൺ ഭാരമുള്ള ഒരു ഗർഡറുകളൊക്കെ താഴത്തേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ ആ നിർമ്മാണത്തിലെ പാളിച്ചയെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് എഞ്ചിനീയറിംഗ് മെത്തേഡിലാണ് ഇവർ ഈ ക്രെയിനിൽ ഈ ഗാർഡറുകൾ അവിടെ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്? അവിടെ എത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയുടെ? വല്ല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വർക്കുകൾ ഈ 586 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുന്നത്? പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇനിയും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്ന അധികൃതരെ അങ്ങേയറ്റം നിങ്ങൾ ചെയ്യുന്നത് ഈ കേരളത്തിലെ നികുതിദായകരോടും പാവപ്പെട്ട ജനങ്ങളോടും കുടുംബങ്ങളെ അനാഥമാക്കത്തക്ക തോതിലുള്ള ഇത്തരത്തിൽ അപകടം വരുത്തി വെക്കുന്നവരോടും ചെയ്യുന്നത് അങ്ങേയറ്റം പാതകമാണ്. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നിങ്ങളുടെ മനസാക്ഷി ഉണർന്നുകൊണ്ടുള്ള പരിശോധനകൾ, മാൻഡേറ്ററി ആയിട്ടുള്ള പരിശോധനകൾ കൃത്യമായി നടക്കാത്ത പക്ഷം ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ നഷ്ടപ്പെടാൻ പോകുന്ന ജീവനുകളുടെ എണ്ണത്തെ കുറിച്ചിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങേയറ്റം ആശങ്കയുണ്ട് കുട്ടി. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഹരിദാസ്, ഇപ്പോൾ BJP നേതാവ് ശ്രീ N